മന്ത്രി കാലിൽ അണിയിക്കുന്ന ചെരുപ്പിന്റെ ഒരു വില പോലും ഞങ്ങൾക്ക് കൽപ്പിച്ചിട്ടില്ല. ശമ്പളം അവർ 5000, 7000, 10000, 15000 രൂപ വരെ ചെരുപ്പാണ് അവരണിയണത്. 25000 രൂപ വരെ കേട്ടാ. അതിന്റെ ഒരു വില ഒരു ഭാഗം പോലും ഞങ്ങൾക്കിപ്പം ഓണറേറിയായിട്ട് ശമ്പളമായിട്ട് ഒന്നും തന്നില്ല. എന്തുകൊണ്ട് മനുഷ്യൻ കേട്ടല്ലോ, ഞങ്ങളുടെ ശരീരം മൊത്തം ഇതാ പൊള്ളല്, സൂര്യാഘാതയാറ്റി. രാവും പാല് രാത്രി 10 മണി 11 മണിയാകുമ്പോൾ മെസ്സേജ് ഇടും, ഇന്നതിടണം. കണ്ണുകളെല്ലാം അടിച്ചു പോയി. കാരണം എല്ലാ ശൈലി ആപ്പുകൾ അടിച്ചടിച്ച് നിന്ന് ഞങ്ങളെ ശരീരവും പോയി. ഇനി അവശ നിലയിലായി. ഇനി നമ്മളെ പട്ടിയെ പോലെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട 5 ലക്ഷം രൂപ തരണം. അത് തന്നേ പറ്റൂ. തിരുവനന്തപുരം സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം, വലിയ രീതിയിലുള്ള സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാരികമായിട്ടാണ് പലരും മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. തീർത്തും മന്ത്രിമാർക്കെതിരെയും അധികാരികൾക്കെതിരെയും സർക്കാരിനെതിരെയും വളരെ വൈകാരികമായ ചില പ്രതികരണം കൂടി നമ്മളോട് അവർ പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വൈകാരികമായ ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയാണ്. ഞങ്ങൾ 16 ആശാ വർക്കർമാരുണ്ടായിരുന്നു. 16-ൽ 15 പേരായി. ഇപ്പോൾ ഒരു 6 മാസമായതേ ഉള്ളൂ. ഞങ്ങളെ കൂടെയുള്ള ഒരു ഗീത എന്ന് പറയുന്ന ഒരു ആശാ വർക്കർ മരണപ്പെട്ടു. 1 രൂപ പോലും കൊടുത്തില്ല. കൊറോണ സമയം നമ്മളോടൊപ്പം എല്ലാ വാർഡിൽ പോരാടിക്കൊണ്ടിരുന്ന ഒരു കക്ഷിയാണ്. പാവപ്പെട്ടവർ, ഞങ്ങൾ ഈ 15 പേരും പാവപ്പെട്ടവരാണ്. ഞങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു പരിഗണനയില്ല. എന്തെന്ന് വെച്ചാൽ ഞങ്ങളാ ഈ സംസ്ഥാനം പറയും കേന്ദ്രത്തിന്, കേന്ദ്രം പറയും സംസ്ഥാനത്തിന്. പക്ഷേ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. ജോലി ചെയ്യണം. ഞങ്ങളെ കൂലിക്ക് വേണ്ടി ഇവർ കിടന്ന് അടിക്കുകയാണ്. അവരമ്മയും കുഞ്ഞുമാണ്. കേന്ദ്രവും സംസ്ഥാനവും അമ്മയും കുഞ്ഞുമാണ്. പക്ഷെ അവർ ഞങ്ങളുടെ പൈസ തരാതെ ഞങ്ങളെ ഇട്ട് എപ്പോഴും സമരം ചെയ്താണ് 2 മാസത്തെ ഓണറേറിയം വരുന്നത്. അത് 7000 എന്ന് പറയണത് 2000, 3000, 5000 അപൂർവം ചിലർക്കേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഒരു ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അവർ കട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഇത്രയും വിഷമപ്പെട്ടാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്. ഈ കട്ട വെയിലത്ത് പട്ടി ഓട്ടിക്കും, ഞങ്ങളെ കുടിയന്മാർ ഓട്ടിക്കും, കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്നവർ ഓട്ടിക്കും. ഞങ്ങൾ അത്രയും ത്യാഗം സഹിച്ചാണ് ഇതിന് പോകുന്നത്. സർക്കാരിന്റെ ക്രൂരത. അതെ, തീർച്ചയായിട്ടും അത് അവർ കണ്ണ് തുറന്നേ പറ്റൂ. ഞങ്ങൾ ആനുകൂല്യം തന്നേ പറ്റൂ. ഞങ്ങൾക്ക് പൈസ കൂട്ടിയേ പറ്റൂ. ഞങ്ങളെ വിരമിക്കൽ പ്രായം അത് 5 ലക്ഷം രൂപ തന്നേ പറ്റൂ. തരാതെ ഞങ്ങൾ പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ മന്ത്രി സ്വീകരിക്കുന്ന നിലപാടിനോട് എന്താണ് പറയുന്നത്? മന്ത്രി ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അത് മന്ത്രിമാരെല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണം. അല്ല, വാങ്ങിക്കുന്ന ചെരുപ്പ്, മന്ത്രി കാലിൽ അണിയിക്കുന്ന ചെരുപ്പിന്റെ ഒരു വില പോലും ഞങ്ങൾക്ക് കൽപ്പിച്ചിട്ടില്ല. ശമ്പളം അവർ 5000, 7000, 10000, 15000 രൂപ വരെ ചെരുപ്പാണ് അവരണിയണത്. 25000 രൂപ വരെ കേട്ടാ. അതിന്റെ ഒരു വില ഒരു ഭാഗം പോലും ഞങ്ങൾക്കിപ്പം ഓണറേറിയായിട്ട് ശമ്പളമായിട്ട് ഒന്നും തന്നില്ല. എന്തുകൊണ്ട് കഞ്ഞിപ്പരക്കാർക്കുണ്ട്, മറ്റുള്ള എല്ലാ വിഭാഗത്തിലുള്ളവർക്കും 21000 രൂപ കുറഞ്ഞ ശമ്പളം കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ട് ആശാ വർക്കറായ നമ്മളായ ഈ പാവപ്പെട്ട ജനങ്ങൾ 10 ദിവസം കൊണ്ട് സമരം പിടിച്ച് എന്തെങ്കിലും ഒരു ഉളുപ്പോ ഈ മന്ത്രി സ്ഥലത്തിലുണ്ടോ? കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മറ്റുള്ള പാർട്ടിക്കാരായാലും. അതുകൊണ്ട് ഈ സമരം മുന്നോട്ട് പോവുകയും ഈ പാവപ്പെട്ട ജനങ്ങൾ എന്നും കല്ലുരുമ്പോ അല്ല മനുഷ്യൻ കേട്ടല്ലോ. ഞങ്ങളുടെ ശരീരം മൊത്തം ഇതാ പൊള്ളല്, സൂര്യാഘാതയാറ്റി. രാവും പാല് രാത്രി 10 മണി 11 മണിയാകുമ്പോൾ മെസ്സേജ് ഇടും, ഇന്നതിടണം. കണ്ണുകളെല്ലാം അടിച്ചു പോയി. കാരണം എല്ലാ ശൈലി ആപ്പുകൾ അടിച്ചടിച്ച് നിന്ന് മനസ്സിലായി. അതുകൊണ്ട് കേന്ദ്രത്തുള്ളവരും ഇവിടെ ഉള്ളവരും കുറഞ്ഞ ശമ്പളം എന്തെങ്കിലും ഒരു ശമ്പളം തന്നെ ഞങ്ങൾക്ക് നിയോഗിച്ചു തരണം. സർക്കാർ ക്രൂരതയില്ലേ? അവന്മാർക്ക് ടോയ്ലറ്റിൽ പോണ പൈസ ആവണം നമുക്ക്. എന്തോ 7000 രൂപ നാണയില്ലേ അവന്മാർക്ക്? ഏത് പാർട്ടി ആവട്ടെ മനസ്സിലായ. എല്ലാത്തിനും ആള് കൂട്ടാൻ വേണ്ടി ഈ സ്ത്രീകളെ എല്ലാം ഓട്ടിക്കുമല്ല. പട്ടികൾ പോലെ ഓടും, പൂത്തിപ്പട്ടികൾ പോലെ ഓടുന്നതാണ് ഈ സ്ത്രീകൾ. മനസ്സിലായ? കൊറോണ സമയത്ത് ഞങ്ങൾക്ക് ഉറക്കയില്ല, ഊണില്ല. ഓരോരുത്തരേക്ക് മരന്ന് ഫോൺ വിളിച്ച് അത് ഒരു സമാധാനം. വലിയ വലിയ കോടീശ്വരന്മാരെ വീടുകളിൽ അവർക്ക് സമാധാനം നമ്മളെ കടന്നു പിടിക്കും. എന്തെല്ലാം കഷ്ടപ്പെട്ടതെന്നറിയാം. രാവും പോലും ഞങ്ങളെ ശരീരവും പോയി. ഇനി അവശ നിലയിലായി. ഇനി നമ്മളെ പട്ടിയെ പോലെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ട 5 ലക്ഷം രൂപ തരണം. അത് തന്നേ പറ്റൂ. അതുപോലെ പെൻഷൻ എന്തെങ്കിലും നമുക്ക് വെള്ളമെങ്കിലും പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വെള്ളം കുടിക്കും. 10-20 വർഷം കൊണ്ട് വർക്ക് ചെയ്തിട്ട് പട്ടിയെ പോലെ തിരിച്ചു വിടുന്നതല്ല. അതുകൊണ്ട് മേലധികാരികൾ എന്തെങ്കിലും കണ്ണു തുറന്നേ പറ്റൂ. അവരുദ്ദേശിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അവര് കാൽപാദത്തിടുന്ന ചെരുപ്പിന്റെ വില പോലും ഞങ്ങൾക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ ഓണറേറിയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തരുന്നില്ല. എന്തോ അവര് പറയും എന്തുകൊണ്ട് PSCയിൽ ഇന്നലെ കോടികള് ലക്ഷങ്ങൾ ശമ്പളം ഇന്നലെ അനുവദിച്ച അതിനാരും പ്രതികരിക്കാനില്ലല്ല. പാവപ്പെട്ട പിച്ച വേണ്ട ആശമാരെ മാത്രം തന്നെ ഇപ്പം കിടന്ന് അവഗണിക്കുന്നത്. PSCക്ക് ഇന്നലെയും കൂട്ടിയാ? ആ PSCക്ക് ഇന്നലെയും ശമ്പളം കൂട്ടിയല്ല. പിന്നെ എന്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് എന്ത്
കുറഞ്ഞ തോതിൽ എന്ത് ഏറ്റവും കുറഞ്ഞ ശമ്പളം 10-21,000 രൂപയെങ്കിലും ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുത്തുവിടെ. വീട്ടിൽ എന്തെല്ലാം കഷ്ടത, ജപ്തി നോട്ടീസിന്റെ വക്കില് കടബാധ്യതകളും പല പല പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നു. ആത്മഹത്യയുടെ വക്കിലാണ് എല്ലാ സ്ത്രീകളും. പക്ഷെ ഞാനൊന്ന് കരുതുന്നത് ആത്മഹത്യ ഇവർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവന്മാര് സ്തുതിക്കും, പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള മക്കളാണ് അനുഭവിക്കുന്നത് തന്നെയില്ലേ. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇവര് കേന്ദ്രത്തിൽ നിന്നും എവിടെ നിന്നുള്ളായാലും യവന്മാരെല്ലാം കോടികൾ തട്ടിക്കാൻ വേണ്ടിയിരിക്കണം. എത്ര കോടികൾ തട്ടിച്ചോ അവളെല്ലാം കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതല്ലാതെ പാവപ്പെട്ട ആശമാർക്ക് ശമ്പളം കൊടുക്കണം, നേരെ കൊടുക്കണം. മാസം തോറുള്ള ഓണർ ഏറി അത് തരുന്നോ? ആരും 13,500 രൂപ ഇന്ന് വരെ വാങ്ങിയിട്ടില്ല. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിൽ ഒരുപാട് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു RBSK പിള്ളേരെ നോക്കുന്നതിന് 500 രൂപ 20 പിള്ളേർ. RBSK അങ്ങനെ സുഖമില്ലാത്ത പിള്ളേരാണ്. സുഖമില്ലാത്ത പിള്ളേർ ഉണ്ടാവരുതെന്നാണ് നമ്മൾ പറയുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ 500 രൂപ കിട്ടുള്ളൂ. അത് എല്ലാവർക്കും കാണൂല. അതുപോലെ പല പല ക്രൈറ്റീരിയകൾ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ക്രൈറ്റീരിയകൾ ഇൻസെൻറ്റീവ് വ്യവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് പോലും ഇപ്പോൾ കിട്ടാത്ത ഒരവസ്ഥയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇത്ര രൂപ, സംസ്ഥാന ഗവൺമെൻറ് ഇത്ര രൂപ എന്ന് പറഞ്ഞ് മൊത്തമായിട്ട് ഒരു ശമ്പള വ്യവസ്ഥ തരട്ടവരെ ഇങ്ങനെ തരംതിരിച്ച് തരുന്നതിന് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ക്രൈറ്റീരിയ മാറ്റിയെന്ന് പറഞ്ഞു. അതുപോലെ മറ്റെല്ലാം മാറ്റിയേ പറ്റുള്ളൂ. കേശവദാസുരം ട്രിവാൻഡ്രം തന്നെയാണ്. 11 മണി തൊട്ട് 3 മണി വരെ വെയിലത്തിറങ്ങാൻ പാടില്ല. ചൂടാണ്, അതികാര്യമായ ചൂടാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെല്ലാം തണലത്താണ് ഇരിക്കണത്. കഴിഞ്ഞ 10-11 ദിവസം കൊണ്ട് നമ്മൾ ഓരോരുത്തരും രാവും പകലും എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ? ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കണ്ടോ, ഇത് കണ്ടോ? നിർദ്ദേശമുണ്ട്. കുഞ്ഞുങ്ങൾ വരെ ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അങ്ങോട്ട് പോയി കാണാം, കുഞ്ഞു കുട്ടികൾ വരെ ഉണ്ട്. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് സർക്കാർ കണ്ണ് തുറന്നൂടെ? അരിവലി എല്ലാം നോക്കും. ഈ ഏതെങ്കിലും ഒരു വീട്ടിലെ പട്ടിയെ കല്ലെറിഞ്ഞാൽ അതിന് കേസെടുക്കും. ഈ കണ്ട് ഇത്രയും പേർക്ക് വെയിൽ കൊണ്ട് എത്രയും പേര് തലയിറങ്ങി ഇന്ന് വീണെന്നോ, ശ്വാസം മുട്ടുള്ള എത്രയും പേരുണ്ടെന്നോ. അപ്പൊ അതിനാർക്കും കണ്ണ് തുറക്കാൻ പറ്റത്തില്ലേ? ഞങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കാൻ പോണം. പൈസ കിട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇന്ന് വീട്ടിൽ പോകണുള്ളൂ. ക്രൂരതയാണ്, വളരെ ക്രൂരതയാണ്. എന്തെന്ന് ഇതിന്റെ ഇടയിൽ വിധവകൾ വരെ ഉണ്ട്. വിധവകൾ, ലോൺ അടക്കാൻ പറ്റാത്തവര്, വാടകയ്ക്ക് താമസിക്കുന്നവര് ഒരുപാട് പേര്. അപ്പൊ ഇനിയും ക്രൂരത കാണിക്കരുത്. ഒരു സർക്കാരും ഇങ്ങനെ കാണിക്കരുത്. അടുത്ത ഏത് സർക്കാരാവട്ടെ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. നമുക്കും അതുപോലെ കൃത്യമായിട്ട് ശമ്പളം കിട്ടണം. മന്ത്രിമാർക്ക് മാത്രമല്ല. കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് എൻ്റെ മോൾക്ക് 5 മാസം ആയതേ ഉള്ളൂ. ആ സമയത്ത് നീണ്ട ലിസ്റ്റ് വരും വാട്സപ്പിൽ. ശരി, നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്തു. നീണ്ട ലിസ്റ്റ്, അവർക്ക് ആർക്കും വെളിയിറങ്ങാൻ പാടില്ല. നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ നീണ്ട ലിസ്റ്റ് വരും. അതെല്ലാം വാങ്ങിക്കൊടുക്കണം. നമ്മൾ വീടെത്തുമ്പോൾ ഒരു സമയം പറ്റും. അത് കഴിഞ്ഞ് വീണ്ടും കോൾ വരും. അടുത്ത ആൾക്ക് ഓക്സിമീറ്റർ വേണം, BP-യുടെ ഗുളിക വേണം. എല്ലാം വാങ്ങിക്കൊടുക്കണം. നമ്മൾ ആശാവർക്കർ മാത്രമേ അന്ന് വെളിയിറങ്ങാവുള്ളൂ. ആ സമയത്ത് വനിതാ കോവിഡ് പോരാളികൾ. ഈ സമയത്ത് നമ്മൾ കറിവേപ്പിലയാണോ? ഒരിക്കലും നമ്മൾ കറിവേപ്പിലയല്ല. നമ്മൾ എന്തായാലും നേടിയെടുത്തിട്ടേ പോവുള്ളൂ.